മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നമ്മുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ് ഈ ഒരു ക്ഷേത്രം കേട്ടോ. ഈ ക്ഷേത്രത്തിനോട് ചാരിട്ടാണ് നമ്മളെ മുസ്ലിം പള്ളി ഇവിടെ ഉള്ളത്. അപ്പോൾ ചരിത്ര പ്രസിദ്ധമായ ഈ പള്ളി അമ്പലവും നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ പോകുന്നത് അമ്പങ്കുന്നിലേക്കട്ടാ. അമ്പങ്കുന്ന് നേർച്ച നടക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതാണ് അമ്പങ്കുന്ന് നേർച്ച നടക്കുന്ന സ്ഥലം. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പങ്കുന്ന് നേർച്ച കവാടത്തിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓം, അതേപോലെ ചന്ദ്രകല, അതേപോലെ കുരിശ്, അങ്ങനെ മൂന്ന് ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കവാടാണ് ഇത്. അമ്പങ്കുന്ന് നേർച്ച സ്ഥലത്തേക്ക് പോകുന്ന ഒരു കവാടം. ഇവിടുന്ന് വാഹനങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് ഇവിടുന്ന് അമ്പങ്കുന്ന് നേർച്ച നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങളിതാ ഈ ചരിത്ര കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അമ്പങ്കുന്ന് നേർച്ച എന്ന് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോടെ പോവാണ് ഈ ഒരു അമ്പങ്കുന്ന് നേർച്ചയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട്. മിഠായി കച്ചവടം, കുട്ടികളുടെ കളിപ്പാട്ട കച്ചവടം, ഒരുപാട് വെള്ളത്തിന്റെ കച്ചവടം, അങ്ങനെ പല കച്ചവടക്കാരും റോഡ് സൈഡിലൊക്കെ ഉണ്ട്. ഒരുപാട് നീളത്തിലുള്ള പാതയാണ്, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡിലാണെങ്കിൽ ഒരു സൈഡിൽ ഒരു കനാല് ഭാഗമാണ് കേട്ടോ. വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു കനാല് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇതിൽ ഒരുപാട് വെറൈറ്റികളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ നേർച്ച എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൽ ഞങ്ങളും ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സംഭവമായി തോന്നി. അത് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുക, മുസ്ലിങ്ങളും അതേപോലെ ഹിന്ദുക്കളും മറ്റു ജാതി മതസ്ഥരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കവാട ഇതിന് 53 നേർച്ച അമ്പങ്കുന്ന് കോയാക്ക ഫണ്ട്. ഇത് ഏത് കോയാക്കാന്റെ ഫണ്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു വലിയൊരു കവാടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും എല്ലാ ജാതി മതസ്ഥരും ഈ ഒരു പരിപാടിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ ആൾക്കാരെ കയ്യിൽ ഓരോ പെട്ടിയുണ്ട്. അപ്പോൾ ഇത് നേർച്ച ചെയ്ത എന്തോ സംഭവമാണ്, അമ്പങ്കുന്ന് മക്കാമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചില ആളുകളുടെ കയ്യിലൊക്കെ ഓരോ പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാൾ പുറത്തെ ആളുകളാട്ടോ കൂടുതൽ ഇവിടേക്ക് ഈ ഒരു പരിപാടിക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാണ്ട്, 1.5 കിലോമീറ്റർ തന്നെ കുറച്ചൊന്നല്ല. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഒരു ടീം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഒരു DJ സൗണ്ടും കാര്യങ്ങളും, ദഫും, അതുപോലെ കോൽക്കളി, പിന്നെ കുറെ സലാത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിലെ അനൗൺസ് നിങ്ങൾക്ക് കേൾക്കാം. പതാകവാഹക യാത്രയാണ് ഈ വടിത്താരയെ ഹർഷപുളകിതമാക്കി ദഫുട്ടിന്റെയും കോൽക്കളിയുടെയും അകമ്പടി സേവിച്ചു കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. ഒരുപാട് കച്ചവടക്കാർ വീണ്ടും ഞങ്ങൾക്ക് കാണാം. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, കുറെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. ഇവിടുന്ന് അങ്ങോട്ട് കുറെ LED ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ദൂരം നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറെ LED സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ എന്താണ് ആകാംക്ഷ, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ അടുത്താണോ പള്ളി എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇവിടെ എന്താ സെറ്റപ്പ്, ഒരു പൊന്നോ LED ഒക്കെ ഉള്ള ദിക്കൊരു സ്ഥലത്തൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഏകദേശം ഇങ്ങനെ അടുത്തെത്താനായി. ഒരുപാട് LED ബൾബുകളൊക്കെ കൊണ്ടൊക്കെ അലങ്കരിച്ച ഒരു പന്തല് വാരി ഒരു സംഭവമൊക്കെ അവിടെ കാണാണ്ട്. അപ്പൊ പള്ളി എത്താനായി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും ഞങ്ങളിതാ ഏകദേശം അവിടെ എത്താനായി. ഒരു കവാടം നിങ്ങൾക്ക് കാണാം, അലങ്കരിച്ച കവാടം. അതുപോലെ ഒരുപാട് നീളത്തിലുള്ള ഒരു പന്തല് മാതിരി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടെ ഇതുപോലെ
നേർച്ച പെട്ടിയായിട്ട് വന്ന വണ്ടികളാട്ടെ ഈ കാണുക. ഇതിലിതാ പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതേപോലത്തെ പെട്ടി ഒരുപാട് ആൾക്കാരെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ആ കാണുന്നതാണ് ആ അലങ്കരിച്ച നമ്മൾ ആ ലോങ്ങെന്ന് കണ്ട ലൈറ്റ്. ഇവിടെ ഒരു ചെറിയ പാലുണ്ട്. കുറെ ആൾക്കാർ കൂട്ടം കൂടി അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കാം. ഇത് എവിടേക്കാണ് എത്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പള്ളി എവിടെയാണെന്ന് അറിയില്ല, മക്കാമ എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ ഇതാ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ LED കൊണ്ട് ഒരു ഒരു കവാടം, ഒരു പന്തല് പോലെ ഒരു നടപ്പാത ഉണ്ടാക്കി കാണുന്നതാണ് മനസ്സിലായത്. എന്തായാലും അത്യാവശ്യ ഒരു രീതിയിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു നടപ്പാത നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ തല ഇവിടുന്ന് തുടങ്ങി ഒരുപാട് ദൂരം കിട്ടുക. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തി. കണ്ടമാനം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് നിങ്ങൾ കാണുക. അത്രയും ലോങ്ങിലാണ് ഇവിടെ ഈ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. എന്നാലും നമുക്കിതൊന്ന് ആ തല വരെ ഒന്ന് പോയി നോക്കാം. അവിടെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. എന്തായാലും ഇങ്ങനെ ഞങ്ങൾ പോയോക്കട്ടെ. യാ ഹസീബു യാ ഹസീബു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ ജലീലു യാ ജലീലു യാ അല്ലാഹ് യാ ഇലാഹ ഇല്ലല്ലാഹു സ്വല്ലി അലൻ നബി യാ അല്ലാഹ്. വഴിയിൽ ഒരുപാട് സേഫ്റ്റി സംഗതികളൊക്കെ ഉണ്ട്. ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രാഫിക് ഒരുപാട് ആളുകളൊക്കെ ട്രാഫിക്കിലായിട്ട് ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ജോലി സംബന്ധമായ ജോലി കിട്ടുന്ന ഒരു നേർച്ച സംഭവം തന്നെയാണ് ഇത്. എന്തായാലും നല്ല രസട്ടാ. LED കൊണ്ട് അലങ്കരിച്ച ഈ ഒരു നടപ്പാതയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. എന്തായാലും ഞങ്ങളിതാ ഏകദേശം എത്താനായി എന്ന് പറയാൻ പറ്റില്ല. കാണുമ്പോൾ ഇപ്പം എത്തുന്ന വിചാരിക്കും, പക്ഷെ എത്തണില്ല. അത്രയും ദൂരാണ്. യാ റഖീബു യാ റഖീബു യാ അല്ലാഹ്. ഇതന്നെ ഇക്കാരോ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഇവിടെയാണ്. അങ്ങോട്ടുള്ള റോഡ് അല്ലാഹു യാ അല്ലാഹ് യാ എന്തായാലും ഏകദേശം ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ എത്തിങ്ങാനിന്റെ പഴയ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പല കൗണ്ടറുകളും അങ്ങനെ ഞങ്ങളിതാ ഏകദേശം അടുത്തെത്തി എന്ന് തോന്നുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് അവസാന ഭാഗത്ത് എത്തുമ്പോൾ അവിടെ വേറെ ഒരു പ്രത്യേക കവാടം ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ല LED കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേക പള്ളിയുടെ രൂപത്തില്. അപ്പോൾ ഇവിടെയാണ് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ അലങ്കരിച്ച എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കൊയാക്ക ഫണ്ടിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവനകളൊക്കെ ചെയ്യണം. ഗൂഗിൾ പേ QR കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് സംഭാവനകളായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അവിടെ ഏൽപ്പിക്കാം. ഇവിടെ ബാത്റൂം സൗകര്യങ്ങൾ, അതുപോലെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പള്ളി കാണാനുണ്ട്. നല്ല അലങ്കരിച്ച ഒരു പള്ളി. ഇവിടെ എന്തൊക്കെ ഓഫീസിൽ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നേർച്ചപ്പെട്ടി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ആളുകൾ പ്രയത്നിക്കുന്നുണ്ട്.
ഇതിൻ്റെ ഈ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ നമുക്കൊരു വലിയ വരി ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ വരുന്നവർക്കൊക്കെ പായസം വിതരണം ചെയ്യുന്നത്. അപ്പം നല്ല ചൂടുള്ള ചെറുപയർ പായസം കേട്ടോ. അപ്പോൾ അത് വാങ്ങി കഴിച്ച് ഞങ്ങളിതാ ഇങ്ങോട്ട് തിരിച്ചു പോവാണ്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഇപ്പോൾ കോളേജ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് വലിയൊരു കൊടിമരമുണ്ട്. അവിടെ ചെന്നിട്ട് എന്തൊക്കെ ഓതേണ്ടവർക്ക് ഓതുക, ദിക്ർ ചെല്ലുക, സലാത്ത് ചെല്ലുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ വിശേഷങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്ന് ഇനി യഥാർത്ഥ സ്ഥലം ഇവിടെ അല്ലാന്ന് മനസ്സിലായി. ഞങ്ങൾ തിരിച്ചു പോകട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് അത് ഏകദേശം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഞങ്ങൾക്ക് നടക്കാണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളിതാ ഏകദേശം അടുത്ത് എത്താനായിട്ടുണ്ട്. ഇവിടെ ഒരു പാലം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കവാടം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ശരിക്ക് മക്കാമുള്ളത്. മക്കാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന ഒരു വലിയ ഒരു കവാടം, ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിൻ്റെ സൈഡിലാണ് ഈ കവാടം ഉള്ളത്. അപ്പോൾ ആളുകൾ ഇതാ ഭയങ്കര തിരക്കായി തുടങ്ങി. ഇവിടുന്ന് ഇങ്ങോട്ട് ജനങ്ങളുടെ ഒരു തിക്കും തിരക്കും കേട്ടോ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ മുന്നിൽ ഇവിടെ ഒരു പെട്ടി, ഏതോ ഒരു ടീമിൻ്റെ നേർച്ചപ്പെട്ടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ആ നേർച്ച കൊണ്ട് വന്ന ആളുകൾ. അതിൻ്റെ കയ്യിലുള്ള പെട്ടികളാണ് ആ വണ്ടികളൊക്കെ ഉള്ളത്. ഒരുപാട് വോളണ്ടിയർമാരൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ വഴി തടസ്സങ്ങളൊക്കെ മാറ്റുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ വീണ്ടും യാത്രയായി. എവിടെയാണ് ഈ മക്കാമ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും യാത്രയിലാണ്. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ ഫണ്ട് പിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നിത്യരോഗികളായത് കുട്ടികൾക്കുള്ള ചികിത്സാ ഫണ്ടിലേക്ക് ഒരുപാട് ചികിത്സാ സഹായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വഴിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഏകദേശം മക്കാമ് എത്താനായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അവിടെ ഒരു പ്രത്യേക തരം കവാട ലൈറ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്. നല്ല കളിമൺ ചട്ടികൾ വിൽക്കുന്ന ഒരു ചേട്ടൻ അവിടെ കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ഈ നേർച്ചയെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് ഏകദേശം 1.5 കിലോമീറ്റർ എത്തിയിട്ടുണ്ട്. മക്കാമ് ഇതാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് മക്കാമ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മക്കാമിൻ്റെ അടുത്ത് വലിയ ഒരു കവാടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല LED കൂടി അലങ്കരിച്ച ഒരു പടുകൂറ്റൻ ഒരു കവാടം. എന്തായാലും മക്കാമിൻ്റെ ഉള്ളിലേക്കുള്ള വഴി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ നാനാദിക്കുന്നു നിന്നും ഇവിടെ പല നേർച്ചപ്പെട്ടികളുമായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മക്കാം ട്ടോ. അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ.
എന്ന ആളുടെ ഒരു മക്കാമാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നമുക്ക് ആദ്യം. അങ്ങനെ കവാടത്തിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ അതാ ആ ഭാഗത്തുനിന്നും ഇതേപോലെ ഒരു വഴി ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്ന ഈ റോഡ് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് മക്കാമിലേക്ക് ഒരുപാട് സാധനം കയറ്റി വരുന്നുണ്ട്. എന്തായാലും ഒരു പടുകൂറ്റം കവാടാണിത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ലൈറ്റുകൾ കൊണ്ട് മൊത്തത്തിൽ അലങ്കരിച്ചിരിക്കുക കേട്ടോ. മക്കാമിൻ്റെ ഭാഗം, മക്കാമിൻ്റെ തൊട്ടടുത്ത ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരേപോലെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മക്കാമിൻ്റെ ഒരു സൈഡിലെ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മളെ നാട്ടിലൊക്കെ നേർച്ചക്ക് പൂരൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് തരം കച്ചവടക്കാർ നമ്മൾക്ക് കുട്ടിക്കാലത്ത് കണ്ട പോലത്തെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് ആളുകളെ ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ ഇതാ ഇവിടെ എവിടെയാണ് മരുന്ന് കഞ്ഞി കൊടുക്കുന്ന സ്ഥലമുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. എന്താണ് അവസ്ഥ എന്നറിയില്ല, ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് ഒന്ന് നോക്കാം. എന്ത് ഭംഗിയുള്ള കച്ചവടക്കാരാ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാണ്ട് ഈ വഴിയിലൂടെ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മക്കാമിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ഇവിടെ ഒരു കൊടിമരം കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെ മരുന്ന് കഞ്ഞി വിതരണം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കഞ്ഞി കുടിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ കഞ്ഞിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ചട്ടികൾ, ഈ ചട്ടിയിലാട്ടോ നമ്മൾ കഞ്ഞി കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ നിന്ന് ഒരു ചട്ടി എടുത്ത് പോവുക, അവിടെ കഞ്ഞി വിളമ്പി തരും. അതിൻ്റെ തൊട്ടപ്പുറത്ത് കഴുകാനുള്ള സ്ഥലമുണ്ട്, അവിടുന്ന് കഴുകിയിട്ട് ആ ചട്ടി യഥാർത്ഥ സ്ഥാനത്ത് തന്നെ കൊടുത്ത് വെക്കുക. അപ്പോൾ നല്ല ഒരു മരുന്ന് കഞ്ഞി, അതുപോലെ അതിലേക്കുള്ള അച്ചാറും ഇവിടെ കിട്ടും. അപ്പോൾ ഒരാൾക്ക് നല്ല ഉഷാറായിട്ട് വയറ് നിറച്ച് കഞ്ഞി കുടിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് പരീക്ഷിച്ച് നോക്കുകയാണ് ഇവിടുത്തെ എങ്ങനെയാണ് ഇതിൻ്റെ കഞ്ഞി എന്നൊന്നും നമുക്കറിയില്ല. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ രണ്ട് താത്താർ ഇവിടെ കഞ്ഞി ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ചെമ്പുകളിൽ കഞ്ഞി, പുതിയതായിട്ട് കഞ്ഞി വേവിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങള് കഞ്ഞി വാങ്ങി ഒന്ന് ടേസ്റ്റ് നോക്കി. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി, നല്ല മരുന്ന് കഞ്ഞി. ഇവിടുത്തെ ഈ കഞ്ഞിക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് തന്നെ, എന്തൊക്കെ അസുഖം കാര്യങ്ങളൊക്കെ മാറാനൊക്കെ ഈ ഒരു കഞ്ഞി കുടിച്ചാൽ മതി, മാറിക്കിട്ടും എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. എന്തായാലും കഞ്ഞി കുടിച്ചാൽ വയറ് നിറയും, അത് നമുക്കറിയാം. എന്തായാലും കുഴപ്പമില്ല, നല്ല രസമുള്ള ടേസ്റ്റുള്ള കഞ്ഞിയാണ്. അങ്ങനെ ഞങ്ങളിതാ ജാറത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അജ്മീർ ഫക്കീർ വീരാൻ ഔലിയ മക്കാം അതിൻ്റെ തൊട്ടടുത്താണ്. ഈ പച്ച നിറത്തിൻ്റെ ലൈറ്റൊക്കെ കത്തിച്ച അതിൻ്റെ ഉള്ളിലാണ് മക്കാമുള്ളത്. അവിടെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഒന്നുമില്ല. മക്കാമിൻ്റെ ഉള്ളിലേക്ക് ഇതാ
എല്ലാവർക്കും പ്രവേശിക്കാം കേട്ടോ. ഒരു തലയിൽ കൂടെ പ്രവേശിക്കുക, ഒരു തലയിൽ കൂടെ ഇറങ്ങി വരുന്നു. ദിവസവും ഒപ്പാപ്പയുടെ മക്കാമിൽ വെച്ച് കാലത്ത് 9 മണി മുതൽ രാത്രി 8 മണി വരെ മരുന്ന് കഞ്ഞി വിതരണം ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അത്ഭുത കാഴ്ചകളാട്ടോ. ഇവിടെ മക്കാമിൽ എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് വീക്ഷിച്ച് നോക്കാം. എന്തായാലും ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ജാതി ഭേദമന്യേ ഇവിടെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ ഊരി ക്യൂ നിൽക്കണം. ഇവിടെ ക്യൂ നിന്നിട്ടാണ് ഓരോരുത്തർ മക്കാമിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പെട്ടിയിട്ട് വരുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണന ഉണ്ട്, അതിൻ്റെ നടുവിലൂടെ പ്രവേശിക്കാം. അങ്ങനെ ഇവിടെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് ആണും പെണ്ണും ഒരേപോലെ കയറി ചെന്ന് അവിടെ ഈ സാധനം ഏൽപ്പിച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു ടീമിൻ്റെ ഒരു പെട്ടി വരവാണ് നിങ്ങൾ ആ കാണുന്നത് കേട്ടോ. നേർച്ചയാക്കിയ ഈ പെട്ടിയിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇതിൽ അരി, ഗോതമ്പ് എന്തൊക്കെയുണ്ട് തോന്നുന്നുണ്ട്. ഇതിൽ പെട്ടിയിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ടീമിൻ്റെ ഒരു വലിയ പെട്ടിവരവാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് പരിപാടി നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിച്ച് ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തിട്ട് മന്ത്രയിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഉപ്പാമാന്റെ മന്ത്രയിൽ പ്രവേശിക്കുന്നതിന് അങ്ങനെ ഒരാൾ കൊടിയേറ്റ് വന്നിട്ട് സലാം പറഞ്ഞ് ആശീർവദിക്കണമൊക്കെ ഉണ്ട്. ഒരുപാട് പെട്ടികൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. ബാൻഡ് സെറ്റ് കൂടെ ഉണ്ട്. നല്ല PP ഒക്കെ വിളിച്ചിട്ട് നല്ല അടിപൊളി മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് അവർ ജാറത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് കേട്ടോ. ബാൻഡ് സെറ്റ്, താള ഭേദവന്യണി പോലെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പുറത്തു കൊണ്ടുകൊണ്ട് സഹകരിക്കുക. ചെയ്തിക്ക് കൊടുക്കുന്ന ആളുകൾ ദയവ് ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കേണ്ടതാണ്. ചെയ്തിന് കൊടുക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കണമെന്ന് അറിയിക്കുന്നു. ചെയ്തിന് കൊടുക്കുന്ന പാലത്ത് തിരക്ക് കാരണം ആളുകൾക്ക് മക്കളിൽ നിന്നും ഇറങ്ങാൻ സാധിക്കുന്നില്ല. എന്തായാലും നല്ല മാപ്പിളപ്പാട്ട് രീതിയിൽ നല്ല അടിപൊളി ബാൻഡ് സെറ്റൊക്കെ യാഗത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ പൊരുൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വേറെ ഒരു സംഭവം ദിക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു പട്ട് തലയിൽ ഇങ്ങനെ ഏറ്റി പിടിച്ചിട്ടുണ്ട്. എല്ലാവരും നിലത്ത് വെക്കാത്ത രീതിയിൽ പൊന്തിച്ച് പിടിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് എന്തോ അറിയില്ല. കൂടെ ഒരുപാട് പെട്ടി അതുപോലെ ദഫും ഒക്കെ കളിച്ചിട്ടാണ് ജാറത്തിൻ്റെ മുന്നിലേക്ക്, മക്കാമിൻ്റെ മുന്നിലേക്ക് അവർ കടന്നു വരുന്നത്. എന്തായാലും ഒരുപാട് ദിക്റും സലാത്തൊക്കെ ജാറത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഭയങ്കര താളം പിടിച്ച് നല്ല ഡാൻസൊക്കെ കളിക്കുന്ന മാതിരി ദഫും കാര്യങ്ങളും. അതുപോലെ ഇതിൽ പ്രത്യേകത പറയാനുള്ളത് കത്തിക്കുത്ത് റാത്തീബ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ, അതുപോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. കത്തിയൊക്കെ മേലെ വരഞ്ഞ് ചോരൊക്കെ വരുത്തിയിട്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ കാട്ടി കൂടുന്നുണ്ട് ഇവിടെ. മൃഗപരികൾ പ്രവേശിക്കുന്ന ആളുകൾ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് ഊരി കൈകൾ പിടിച്ചുകൊണ്ട് മൃഗപരികൾക്ക് ഒരുപാട് ആളുകൾ മണിക്കൂറുകളായി കാത്തുവെച്ച് നിൽക്കുകയാണ് ഉപ്പാപ്പാല മൃഗപരികൾ പ്രവേശിക്കുന്നതിന് വേണ്ടി. അങ്ങനെതാ ജനങ്ങളുടെ തിക്കും തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരാളിതാ കത്തി കൊണ്ട് മേലൊക്കെ വരഞ്ഞ് ആകെ മുറിയാക്കിയിട്ടുണ്ട്. ഒരാളുടെ നാവ് എന്തൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ഇതിൽ പറയാൻ പറ്റില്ല, അത്രയ്ക്കും
എന്തൊക്കെ ക്രൂരതമായ അഭ്യാസങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേർച്ചയുടെ ഒരു ഭാഗമാണ് ഈ ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ. അപ്പോൾ എനിക്ക് ഇതിനോട് വലിയ വിശ്വാസം ഒന്നുമില്ല, അത് ഞാൻ ആദ്യം പറയാം. നമ്മൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നേർച്ച ഒക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ, കാണാൻ വേണ്ടി, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പ്രവേശിക്കുക. ആദ്യ കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മണ്ണ് അടിഞ്ഞു നിന്നുകൊണ്ടോ ഒന്നരയിൽ പ്രവേശിക്കരുത് എന്നറിയിക്കുകയാണ്. അച്ചടക്കത്തോടുകൂടി നമ്മുടെ മഹാനായ ദൈവങ്ങളുടെ ഉപ്പാപ്പ അവരുടെ തിരുസന്നിധിയിൽ നമുക്ക് ചെന്ന് ഒന്ന് പെട്ടെന്ന് എല്ലാവരും താഴെ കയറി ഒന്ന് പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ട് സഹകരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണമാണ് നമ്മുടെ ഈ നേർച്ചയുടെ നിജമുതലെ കണക്കിലെടുക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. കയറുന്ന ആളുകൾ പെട്ടെന്ന് പുറത്തു വന്നുകൊണ്ട് സഹകരിക്കുക. ഇവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് കടക്കാൻ പോവാണ്. ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് ടീമുകൾ ഇനിയും വരാനുണ്ടത്രേ. അപ്പോൾ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവിടെ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ചെറിയ പിള്ളേർ അതുപോലെ പ്രായമായ ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ. ഒരാൾ കണ്ടില്ലേ, കത്തി കൊണ്ട് മേലൊക്കെ വരഞ്ഞ് മുറിയൊക്കെ. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ച് മടങ്ങുകയാണ്. മടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു പ്രത്യേക ഒരു പന്തൽ വേറെ കാണാനുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ടൊക്കെ അങ്ങനെ അവിടെ നല്ല ഒരു പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിതാ മുന്നോട്ട് ചെന്നപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പാട്ട് വൈറലായ ആ പാട്ടുകാരൻ ഇതാ ഈ സ്റ്റേജിൽ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ ജാഫറാണ് ഈ ഒരു കവാലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ടീമിൻ്റെ കവാലിയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.
കഴിക്കാം. ഉള്ള ഭക്ഷണം വെള്ളം നാട്ടിൽ തട്ടെ നമുക്ക് നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വയറ്റിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതാക്കി തട്ടെ. ഇനിയും കൂടി ഇന്നലെ തുടങ്ങി ഭക്ഷണം കഴിച്ചു അവർക്കൊക്കെ നാട്ടിൽ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു പോരുന്ന ഇവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു ടീമിൻ്റെ പെട്ടി വരവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നല്ല ചണ്ടയും നല്ല താളം പിടിച്ച് ഡാൻസൊക്കെ കളിച്ച് ഒരു ടീമിൻ്റെ പെട്ടി വരവാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ തിരിച്ച് യാത്ര തുടരട്ട. മക്കാമിൻ്റെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് മക്കാമിലേക്ക് വരുമ്പോൾ കണ്ട അതേ വാഹനം തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ എന്തിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയതെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവർ ഒരു ടീമിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. എന്തായാലും എന്താണ് ഇതിൻ്റെ സ്വീകരണം എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദഫിൻ്റെയും കോൽക്കളിയുടെയും അകമ്പടിയോടെ അവർ വരുന്നത്. ഒരു ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടകത്തിൻ്റെ മുകളിൽ ഒരു കുട്ടി ഒരു കൊടി ഇങ്ങനെ കയ്യിലിട്ട് പാറിപ്പിക്കുന്നുണ്ട്. ரொம்ப മനോഹരമായ കാഴ്ചകളാണ്. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് അമ്പകുന്ന് നേർച്ചയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പകലിന്റെ പ്രക്ഷുബ്ധതയിലും അടങ്ങാത്ത ദിക്റുസലാത്തിന്റെ മന്ത്രധ്വനികൾ കൊണ്ട് മുഖരിതമായ ആത്മനിർവൃതിയുടെ സ്വർഗഭൂമി അക്കംകുന്ന് കോയാക്ക ഫണ്ട്. അക്കംകുന്ന് കോയാക്ക ഫണ്ടിന്റെ 53ാമത് അതിമഹത്തായ നേർച്ചാ നഗരിയിൽ ഉയർത്തുന്നതിനുള്ള സൂറത്ത് യാസീൻ. അപ്പോൾ ഇതാ വരുന്നു. ആ സ്വീകരിക്കാൻ പോയ സാധനം കൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഒരു വലിയ ശീല, ഫ്ലക്സ് പോലത്തെ ഒരു വലിയ ശീലയിൽ യാസീന് ഫുള്ളായിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു സംഭവം. അത് എല്ലാവരും പാടതാ നിലം തൊടാതെ കയ്യിൽ പൊന്തിച്ചു പിടിച്ച് അവരിങ്ങനെ മക്കാമിലേക്കുള്ള യാത്രയിലാണ്. ഒരുപാട് നീളത്തിലുള്ള ഒരു തുണിയാട്ടോ. അതിലാണ് യാസീൻ എഴുതിയിട്ടുള്ളത്. അഗതി അനാഥകളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പി ശാന്തി സമാധാനം കിട്ടാക്കനിയായ നവയുഗ സാഹചര്യത്തിൽ ആത്മീയതയാണ് പരിഹാരമെന്ന് നിർദ്ദേശിച്ച് കഴിഞ്ഞ 53 ആണ്ട് കാലമായി ജീവകാരുണ്യ സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനത്തിന്റെ മഹിത. അങ്ങനെ ഞങ്ങൾ അമ്പകുന്ന് നേർച്ച ഞങ്ങൾ വീക്ഷിച്ചു, എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യാണ്. 4 ജിലേബി വാങ്ങി റോട്ടിലെത്തി. നമ്മൾ